ഐഫോൺ സ്റ്റോറി ഇട്ട് പോവാം. ഹീറോയിന് ജിൻ ഡോട്ടറാണ്. ജിന്നിക്ക് ഡോക്ടർ പറഞ്ഞ ഓക്കെ ജിന്നിനെ കണ്ട് ഷോക്കായി. ഡോക്ടറാണോ ജിന്ന്? ഓക്കെ ജിൻ ആറും ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാവർക്കും ഓരോന്ന് പവർ കൊടുത്തിട്ട് ഹീറോയി എങ്ങനെയായാലും ഒരു മാർക്ക് ഹീറോയി പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് മാജിക് ബുക്കെല്ലാം പഠിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഹീറോയി പറഞ്ഞാൽ മതി. ശരി ഓക്കെ. ഫസ്റ്റ് ജിൻ എല്ലാവർക്കും ഓരോന്ന് പവർ യൂസ് ചെയ്തു. അവർക്ക് എന്താണ് ജോലി പറഞ്ഞത്, അതുകൊണ്ട് ഇതാണ് പ്ലാൻ ഹീറോയും അവർക്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. അങ്ങനെ ഹീറോമ്മ സമ്മതിച്ചായിരുന്നു. ശരി ജിൻ ഡോക്ടറാണ്. ഇത് കണ്ട് ജാക്സൺ ഷോക്കായി. ജിൻ ഡോക്ടറാണോ? അതെ ഡോക്ടറാണ്, നല്ല ഹെൽത്തിക് ഡോക്ടറാണ്, അതുകൊണ്ട് ജിൻ ഡോക്ടറാണ് പറഞ്ഞത്. അത് കേട്ടോ അവനക്ക് ഷോക്കായി. അതുമാത്രമല്ല എൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഹീറോയി പറഞ്ഞു. എന്ത് ജോയിൻ ചെയ്യാൻ വരുന്നതാ? അതെ ഇപ്പോൾ വന്നതാ ഇവർ ലണ്ടനിൽ ഫോറിനിൽ ട്രിപ്പുമായിട്ട് അവർ തിരിച്ചു വന്നതാ. ജിൻ ഡോക്ടറാണ് പറഞ്ഞു. ഹായ് ഐ ജിൻ ഡോക്ടറാണ് പറഞ്ഞു. ഇത് കേട്ടോ ഷോക്കായി ജാക്സന്. ഇവൻ ഡോക്ടറാണോ? കാണാൻ നല്ല സുന്ദരനാണല്ലോ. പിന്നെ ജാക്സന് കൊടുക്കാൻ തുടങ്ങി. അതെ ജാക്സനക്ക് ഷോക്കായിരുന്നു. അതുമാത്രമല്ല ജാക്സൻ്റെ കൂടെ ഒരു ഗേൾ ഉണ്ടായിരുന്നു, ഫ്രണ്ട് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ജാക്സൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്നു. ജാക്സൻ്റെ ഗേൾ ഫ്രണ്ടിക്ക് ജിന്നിനെ കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. വാവ് ഇവനെ ഹാൻസമായിട്ടുണ്ടല്ലോ, ശരി ഇവനെങ്ങനെ കറക്റ്റ് ചെയ്യണം എങ്ങനെയായിട്ട് അവൾ ഓർക്കാൻ തുടങ്ങിയായിരുന്നു. ഹായ് എൻ്റെ പേര് ഷുഗ മിന്നുങ്കി. മിന്നുങ്കി പറയാൻ തുടങ്ങി. ഞാൻ മിന്നുങ്കിനെ കണ്ട് കേൾക്കാൻ തുടങ്ങി. ഇവനക്ക് എന്താ ജോബ്? മിന്നുങ്കിയാ? ഇവന് ഒരു കമ്പനിയുടെ ഒരു CEO. ഇത് കേട്ട് ഷോക്കായി പോയി. എന്ത് കമ്പനിയുടെ CEO ആണോ? അതെ ഇവനൊരു കമ്പനി CEO എന്ന് പറഞ്ഞാൽ CEO ആണോ? ഞാൻ പറഞ്ഞായിരുന്നു. ഹീറോയിനെ കണ്ട് അത് കൊണ്ട് ഷുഗറിനെ കണ്ട് ഷോക്കായിരുന്നു. ഹീറോയ്ക്ക് ഒരു സീക്രട്ട് കമ്പനി ഉണ്ടായിരുന്നു, അവിടുത്തെ കമ്പനി CEO ആണ് പറഞ്ഞു. അതുകൊണ്ട് ഹീറോയിൻ്റെ ആർക്കും അറിയില്ലായിരുന്നു, അത് മറിഞ്ഞു വരുന്നായിരുന്നു. അത് കേട്ട് ഷോക്കായി. ഇവനാണോ ഫേമസ് CEO? അതെ ഇത് ഫേമസ് CEO. ഹായ് ഐ ഷുഗ എന്ന് പറഞ്ഞു മിന്നുങ്കി. അത് ഷോക്കായി. അവിടെ ഇരുന്നു ഷുഗ. നെക്സ്റ്റ് ഹായ് ഐ ആറമ്മനോട് ഷോക്കായി. ഹായ് ഇത് കണ്ടാൽ ഷോക്കായി. CEO ആണോ? ഇവനെ കറച്ചണോ? എന്നാൽ നെക്സ്റ്റ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയ പെണ്ണ് ജേഹുബ് ആറാം പറയാൻ തുടങ്ങി. ഹായ് ഞാനൊരു അങ്ങനെ ആറാമ്മനെ കണ്ട് കേൾക്കാൻ തുടങ്ങി. ആറാം പറയാൻ തുടങ്ങി. ഞാൻ ഈ കോളേജിന് ഇതാണെന്ന് പറഞ്ഞു. എന്ത് കോളേജാ? അതെ ആ കോളേജ് എൻ്റേതാണ് ആറാം പറഞ്ഞു. ഞാൻ അവിടുത്തെ കോളേജിൽ പ്രിൻസിപ്പളാണ്. ഇത് കേട്ട് ഷോക്കായി. എന്ത് ആ ഫേമസ് കോളേജിൽ പ്രിൻസിപ്പളാ? യെസ് പ്രിൻസിപ്പൾ. ആറാം ഇരുന്നോടെ പ്രിൻസിപ്പൾ മാത്രമല്ല ഞാൻ ഈ കമ്പനിയുടെ CEO ആണെന്ന് ആറാം പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായി. ഇത് ഫേമസ് അതെ ആക്ടിങ് സ്റ്റുഡിയോ, അതെ ഫിലിമിൻ്റെ കമ്പനി ആയിരുന്നു, മൂവി എടുക്കുന്ന കേപ്പാട് അതിൻ്റെ കമ്പനിയാണ്, അതിൽ ഹീറോയിൻ്റെതാണ്. അങ്ങനെ ഹീറോ പറഞ്ഞു. അത് ഹീറോ മറച്ചു വെച്ചായിരുന്നു. അങ്ങനെ ഹീറോ പറയാൻ തുടങ്ങിയിരുന്നു. ജേഹുബ് എണിച്ച്. ഹായ് ഐ എം ജേഹുബ് ഞാൻ ഡാൻസ് കമ്പനി സ്റ്റുഡിയോ വെച്ച് മാജിക് കേപ്പ് ഐഡൽസ് കമ്പനി അത് ഞാൻ സ്റ്റുഡിയോ ചെയ്യുന്നത് ജേഹുബ് പറഞ്ഞു. ജേഹുബ് ഞാൻ വെസ്റ്റ് ഡാൻസറാണ് ജേഹുബ് പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായിപ്പോൾ. വെസ്റ്റ് ഡാൻസറാ? അതെ. ജേഹുബ് എവിടെ ഇരുന്നു. നെക്സ്റ്റ് ജെമിൻ ആൻച്ചു. ഹായ് എൻ്റെ നെയിം ഇതാണ് പാർജമേൻ. ഞാനിത് ഞാനൊരു ആക്ടറാണ് പറഞ്ഞു. എൻ്റെ ആക്ടറാണോ? അതെ ഞാനിപ്പോൾ ആക്ടിങ്സ് കമ്പനി പഠിക്കാനോ ഫേമസ് ഇപ്പോൾ ആക്ടറിങ് ഇല്ല. അതുമാത്രമല്ല ഞാനൊരു ബിസിനസ് മാൻ. എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഡാഡി ഒരു കമ്പനീൻ്റെ ഒരു ചെയർമാൻ CEO ആണ് ഈ കമ്പനീനെന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ അവർക്ക് ഷോക്ക്. ഇത് ഫേമസ് കമ്പനി. ഞാൻ ഫോറിൻ ആണ് പറഞ്ഞു. ഫോറിൻ പറഞ്ഞാൽ ഇവിടെ പ്ലേസ് പറഞ്ഞു. അത് ഷോക്കായി. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വി പറയാൻ തുടങ്ങി. ഞാനൊരു മോഡലാണെന്ന് വി പറഞ്ഞു. മോഡലാണ് ഞാൻ സിംഗിങ് ആണെന്ന് പറഞ്ഞു. സിംഗിങ് അത് പറഞ്ഞു. ജങ്കോക്ക് പറയാൻ തുടങ്ങി. ഹായ് ഞാൻ ജങ്കോക്ക് എനിക്ക് ഞാൻ പറഞ്ഞ ഞാനൊരു ആക്ടറാണ്. ഇത് ഷോക്കായി. ആക്ടറാണോ? അതെ ആക്ടറാണ്, ഇപ്പം ഞാൻ ട്രൈ ചെയ്യണം, ഇപ്പം ട്രെയിനിങ് ആണ് ഞാൻ പറഞ്ഞു. അതുമാത്രമല്ല എൻ്റെ ഡാഡി ഒരു CEO ആണെന്ന് പറഞ്ഞു. ഇതൊരു ഷോക്കായി. ഇപ്പോൾ മനസ്സിലായില്ലായിരുന്നു ഞങ്ങൾ ആരാന്ന്. അവനക്ക് കിളി പോയ മതിയായി. ഇവരെല്ലാം CEO ആണോ? അതെ. ഹീറോയ്ക്ക് നിറയെ കമ്പനിയുണ്ട്, അതുകൊണ്ട് ഹീറോമാരെ ഫോട്ടോ കാട്ടി ഇവരാണ് CEO ഉണ്ട് കുട്ടികളാണ് ഒരു ഡാഡി അയച്ചെന്ന് പറഞ്ഞു. ഹീറോയെ ഫേക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് അവർ കമ്പനി CEOമാരായി. അതുകൊണ്ട് കമ്പനിക്ക് പോയായിരുന്നു. ഇപ്പോൾ ഒരാളെ ആക്ടിങ് ഇപ്പോൾ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവരും കുറച്ച് പേര് ആക്ടിങ് ചെയ്യുമായിരുന്നു. ജിൻ ഡോക്ടറാണ് ഫേമസ് ഡോക്ടർ. എല്ലാവരും ഫേമസ് ആവാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ജാക്സനക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. എങ്ങനെ ഇവളെ കൊല്ലാൻ തിരിച്ചു പോയി, അതൊന്നും ചേഞ്ച് ചെയ്യില്ല.
അങ്ങനെ ആ ഗേൾ വന്നു. അത് ആ കുട്ടീൻ്റെ പേര് സ്റ്റെല്ല ഫസ്റ്റ് ജിന്ന ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ ജിന്നോട് ഇത് ഭയങ്കര ബിസിയാണ്. സ്റ്റെല്ല പറഞ്ഞു, ഹായ് ജിൻ, എനിക്കിതാണ് സ്റ്റോണും എനിക്ക് ഇടുപ്പ് വേദനയാണ്. അങ്ങനെ സ്റ്റെല്ല ഡ്രസ്സ് ചെയ്യാനൊക്കെയായിരുന്നു. ജിന്നക്ക് മനസ്സിലായി, ഓഹോ ഇതാണ് പ്ലാൻ. സ്റ്റെല്ല മനസ്സിലിരിക്കാം, ഇവനെ കറിച്ചാൽ ഇത് ജിന്നക്ക് കേട്ടു. എന്തടേ ഇതാ പ്ലാന്. അങ്ങനെ ഒരു ഡോക്ടർ വന്നു, ഒരു ഗുണ്ടൂസ് ഡോക്ടർ, അവൻ്റെ പേര് വിളിച്ചു. എടാ ഇങ്ങോട്ട് വാടാ. എന്ത് പറ്റി ഡോക്ടർ? സ്റ്റെല്ല സോറി, എനിക്ക് കുറച്ച് ജോലിയുണ്ടോ? ഇവൻ നോക്കൂ ടോം, ഇവളെ നോക്കിക്കോ, ഞാൻ പോവാം എന്ന് പറഞ്ഞാൽ ടോം എന്ന് വിളിക്കുക. അങ്ങനെ ടോം ഓക്കെ ഡോക്ടർ പറഞ്ഞു. അവളെ നോക്കാൻ അവൾക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ഇങ്ങനെ ഓറ് നല്ല ട്രൈ ചെയ്യാൻ തുടങ്ങി. ആൾ ഇവളെ കണ്ടുക്കും ഇല്ലായിരുന്നു 7 പേർ. അങ്ങനെ ഹീറോയിനോട് നടന്ന കാര്യങ്ങൾ 7 പേർ പറയുമായിരുന്നു. ശരി ഇതിട്ടുന്ന ശരിയാള. അപ്പോൾ ജിമ്മിന് പറയാൻ തുടങ്ങി. ഹീറോയ്ക്ക് വന്നിട്ട് ജിമ്മിന് ഞങ്ങൾക്ക് വന്ന് ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്ത്. ഇത് ഹീറോയ്ക്ക് കൺഫ്യൂസായി. എന്താടാ 7 പേർ ഫ്ലവർ വെച്ചായിരുന്നു ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്ത്. അതാണ് ഹീറോയ്ക്ക് കൺഫ്യൂസായി. എന്താടാ ഞാൻ നിങ്ങൾക്ക് ഇതാക്കുമായിരുന്നു. ഹീറോയ്ക്ക് അവരെ പിടിക്കുമായിരുന്നു. ഹീറോ സ്മൈൽ ചെയ്ത് അവർ ആക്സെപ്റ്റ് ചെയ്തു. നമുക്ക് മാരേജ് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഹീറോയി പറഞ്ഞു, നമുക്ക് മാരേജ് കഴിച്ചോളാം എന്ന് ഹീറോയി പറഞ്ഞു. ഇത് കേട്ട് ഫോക്സിക്ക് 7 പേർക്ക് കിങ്സ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഹീറോയി ഒരു ട്രഡീഷണൽ ഡ്രസ് റെഡി ഉണ്ടാക്കി. അങ്ങനെയായിട്ട് കാട്ടിലൊക്കെ പോയി. കാട് പറഞ്ഞ ഒരു വീട്, ഇത് പറഞ്ഞൊരു വീടായിരുന്നു. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി. മാത്രം ഈ പ്ലേസ് ആരും വരാൻ പാടില്ല. അത് ഹീറോയി സീക്രട്ട് പ്ലേസ്. അത് ഹൗസ് കെട്ടിച്ച് ഹീറോ ഉള്ള പ്ലേസ് ഹീറോയെ അവർ പോരെ ചെയ്തു. ബാക്കി പ്ലേസ് ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിരുന്നു. വലിയ കാട്. മാത്രം ഹീറോയിൻ്റെ വീട്ടിൽ പോകാൻ പാടില്ല. മാത്രം ഹീറോയി ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെടി മാറി ചെയ്ത് കഴിഞ്ഞു. ഹീറോയ്ക്ക് എല്ലാവർക്കും ഹാപ്പി ആയിരുന്നു. സൂം അത് ഇതുമാതിരി ട്രെയിൻസ് ഹൗസാണ് കെട്ടിയത്. ഹീറോയി പറയാൻ തുടങ്ങി, ശരി ഓക്കെ നമുക്ക് പോകാൻ. അങ്ങനെ ഡ്രസ്സ് ഇട്ട് ഹീറോയി അവിടെ ഫോക്സ് മാരേജായി. 7 ഹീറോയ്ക്ക് മാരേജായി. നമുക്ക് കുറേ സൈസ് മാരേജ്. ഹീറോയി പറഞ്ഞ് ട്രഡീഷണൽ മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞ്. ഹീറോയി ഇന്ത്യ ഗേളാണ്. അങ്ങനെ ആയിട്ട് ഇന്ത്യ സൈസ് മാരേജ് കഴിച്ചു. ഇന്ത്യക്ക് ഹീറോയി വിളിച്ചുകൊണ്ട് പോയി. ഇന്ത്യയിൽ അവർക്ക് മാരേജായി. കൊറിയ സൈസ് മാരേജ് 3 കൊറിയ മാരേജ് കഴിച്ചു. ഹീറോയി ഭയങ്കര ഹാപ്പിയായി അവരുടെ കൂടെ താമസിക്കുകയായിരുന്നു. ഹീറോമാർക്ക് ഹീറോയിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ കൊണ്ട് അവർ 2 പേരും മാരേജ് ഹാപ്പി.